നമസ്കാരം. എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പത്രപ്രവർത്തകൻ, സിനിമാ സംവിധായകൻ എന്ന രീതിയിൽ പൊതുയിടങ്ങളിൽ നിന്ന് എന്തെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? അതായത് പല വിഷയങ്ങൾ തുറന്നടിച്ച് പറയുന്ന പ്രകൃതക്കാരനാണല്ലോ താങ്കൾ. അത് പന്തടിച്ച പോലെ തിരിച്ചും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നേരിടേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? നല്ല ചോദ്യമാണ്. ഞാനൊരു വിവാദവും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ തന്നെ 700ഓളം സ്റ്റോറി ചെയ്തു. ഈ 700 സ്റ്റോറികളിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി, വിവാദമായ ഒരു സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ഞാൻ അന്ന് ആ ചാനൽ നിർത്തും. എൻ്റെ കയ്യിൽ തെളിവില്ലാത്ത ഒരൊറ്റ സ്റ്റോറിയും ഞാൻ ഈ 700 സ്റ്റോറിക്കകത്ത് ചെയ്തിട്ടില്ല. പിന്നെ പറയുന്നത് ഈ എന്താ പറയുക, അതിജീവിത മറ്റേ ഒരു നടിയെ ആക്രമിച്ച കേസിൽ ആണല്ലോ ഞാൻ കൂടുതൽ പ്രശസ്തരാകുന്നത്. കാരണം 118ഓളം ദിവസം, ഒരു ദിവസം തന്നെ 3 ചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. അതിലും ആ കുട്ടി എൻ്റെ സിനിമയിലെ നായികയായിരുന്നു. അവളുടെ അച്ഛൻ 30 വർഷത്തെ, മരിക്കുന്നതുവരെ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. പടം കഴിഞ്ഞ് പൈസയൊക്കെ തീർന്നുപോയി. അപ്പോൾ പടം തീർന്ന് ഡബ്ബിങ് വേറൊരാളിൻ്റെ ശബ്ദമാണല്ലോ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പൈസ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിച്ച് അവളുടെ അച്ഛൻ ബാലചന്ദ്രൻ, അതിനെന്താ ദിനേശ് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഞാൻ വിശ്വാസ വഞ്ചന കാണിക്കില്ല എന്നറിയാമായിരിക്കും, കൃത്യമായിട്ട് പൈസ മണി ഓർഡർ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു മനോരമയിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ. പക്ഷേ ആ കുട്ടിക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ പലരും പറയുന്നു. എൻ്റെ സെറ്റിൽ ഏറ്റവും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്ന അവളായിരുന്നു. ഈ അടുത്ത കാലത്തും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരു ആർട്ട് അസിസ്റ്റൻറ്റിനോട്, രാജേഷ് എന്ന് പറഞ്ഞ വടക്കാഞ്ചേരിയിലുള്ള രാജേഷ്, ഏതോ പടം വർക്ക് ചെയ്യുമ്പോൾ ആ സെറ്റിൽ ഈ കുട്ടിയുണ്ട്. അവൾ വന്നിട്ട് ആദ്യം ചോദിച്ചത് ദിനേശ് ചേട്ടന് സുഖമാണോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഈ ചാനലിൽ ഞാൻ സംസാരിച്ചത് ദിലീപിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട്, ഞാൻ 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിലീപിന് വേണ്ടി സംസാരിച്ചതെന്ന് എന്നെ വളരെ അടുത്തറിയാവുന്ന പല്ലിശ്ശേരി പോലും പറഞ്ഞു, ഞാൻ പങ്കെടുക്കുന്ന ഒരു ലൈവിൽ. അപ്പം ഞാനതിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ലാലാണെന്ന് തോന്നുന്നു കൈരളിയിൽ പീപ്പിളിൽ, എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ ശാന്തിയുള്ള ദിനേശന് 50 ലക്ഷം രൂപയാണ് പ്രതിഫലമെങ്കിൽ ഞാൻ എവിടെ എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ആ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7 വർഷമായി. ഞാൻ ഇതുവരെ ദിലീപിനെ വെച്ച് സിനിമ ചെയ്തില്ല. അടുത്ത മാസം 1-ാം തീയതി വാടക കൊടുക്കുന്നത് എങ്ങനെയൊന്നും എനിക്കറിയില്ല. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ ഇങ്ങനെ പറയുന്നവർ ഒരുപാട് പറഞ്ഞു എന്നെപ്പറ്റി, ഒരുപാട് മോശമായിട്ട് പറഞ്ഞു. ദിലീപിൻ്റെ ഡേറ്റിന് വേണ്ടി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നും ദിലീപ് ഒരുപാട് കാശ് മാസാമാസം എനിക്ക് എത്തിക്കാറുണ്ടെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഈ എന്നെ ആദ്യമായിട്ട് ആ വിഷയത്തിലെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് പീപ്പിളാണ്. ഞാനിങ്ങനെ പീപ്പിളിലേക്ക് എൻ്റെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഞാൻ ആ സംഭവങ്ങൾ മുഴുവൻ ആലോചിക്കുകയായിരുന്നു. എനിക്ക് കംഫർട്ടബിളായ ഒരു സോൺ എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചാൽ മതി. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ആയതുകൊണ്ട് ഈ പീഡകനെ കുറിച്ച് എതിർത്ത് സംസാരിച്ചാൽ മതി. പക്ഷേ ഈ കേസ് അതല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു പെൺകുട്ടിയെ 6-7 പേര് ചേർന്ന് പീഡിപ്പിക്കുക. ഒന്നാമത് ഈ സീപോർട്ട് എയർപോർട്ട് റോഡെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് 24 മണിക്കൂറും ശരവർഷം പോലെ വണ്ടി പോകുന്ന റോഡാണ്. ആ റോഡിലിട്ട് ഒരു പെൺകുട്ടിയെ ഒരു കാറിൽ നിന്ന് ഇറക്കി, അതും ലോകം മുഴുവൻ, കേരളം മുഴുവൻ അറിയുന്ന ഒരു മുഖമുള്ള ഒരു കുട്ടിയെ അതിൽ നിന്ന് ഇറക്കി ഒരു ടെമ്പോ ട്രാവലർ കയറ്റുക. എന്നിട്ട് ആ രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്യാതെ ബലാത്സംഗം ഷൂട്ട് ചെയ്യാൻ പറ്റും? ഇല്ല എങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തണം, ഇല്ലേ? ലൈറ്റുള്ളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തണം. ലൈറ്റുള്ളൊരു സ്ഥലത്ത് നിർത്താതെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഓടുന്ന വണ്ടിക്കകത്ത് രാത്രി ചിത്രീകരിക്കാവുന്ന ക്യാമറ ട്രംപെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെളിച്ചമില്ലാതെ എടുക്കാവുന്ന, അങ്ങനെയാണ് ചെയ്തത്. 2, നമ്മളൊരു ഇതുപോലുള്ളൊരു ഹീനമായ മനുഷ്യത്വഹീനമായ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ചും എന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ആ കുട്ടി ചോദിച്ചിരിക്കുന്നു, നീ പൾസർ അല്ലേ എന്ന്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് വിടാനേ നോക്കും. അവൻ അതല്ല ചെയ്തത്. വിശാല ഹൃദയനും വിവേകാനന്ദനെ പോലെ വിശാലമായ മനസ്സുള്ളതുകൊണ്ട് അവൻ ചോദിച്ചു, സേഫായിട്ട് ഞങ്ങൾ എവിടെ കൊണ്ടാക്കണം? എന്നിട്ട് ആ പറഞ്ഞ വീട്ടിൽ കൊണ്ടാക്കി, ലാലിൻ്റെ വീട്ടിൽ. ഇത്രയും വലിയ മനസ്സുള്ളവനെ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല. ഇതിൽ 2 സ്ക്രിപ്റ്റ് ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. യവൻ കാശുണ്ടാക്കാൻ വേണ്ടി ശുദ്ധതമ്മാടിയാണ്. മേനക അടക്കം തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയല്ലേ. മേനക, സുരേഷ് കുമാർ BJP കാരൻ അല്ലെങ്കിൽ RSS കാരനല്ലായിരുന്നെങ്കിൽ മേനക ഇതേപോലെ പീഡിപ്പിക്കുമായിരുന്നു. അപകടം നടത്തപ്പോൾ മേനക റൂട്ട് മാറി വണ്ടി പോകുന്നു കണ്ടപ്പോൾ മേനക വിളിച്ച് സുരേഷ് കുമാറിനോട് പറയും. സുരേഷ് കുമാർ എറണാകുളത്തെ ശാഖയിൽ ബന്ധപ്പെടുകയും അവന്മാർ വളഞ്ഞുകൊണ്ടാണ് അന്ന് നടക്കാത്തത്. അപ്പം ഇവൻ ഒരു ബോൺ ക്രിമിനലാണ്.
ഇവൻ കുറെ കാശുണ്ടാക്കാൻ വേണ്ടി അവൻ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഓപ്പൺ ഒളി ക്യാമറ എന്ന് പറഞ്ഞാൽ കള്ള ക്യാമറ, ഒറിജിനൽ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഒളി ക്യാമറ എന്നാണ് ചാനൽ പറഞ്ഞത്. ചുമ്മയാണ്, ഒളി ക്യാമറ ഒന്നുമല്ല. അവർ ഷൂട്ട് ചെയ്തതാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ. പിന്നെ കാരണം ഈ മൊട്ട അരുൺ ഈ കുട്ടിയുടെ ബന്ധുവാണ്. ഞാനിതൊരു തുറന്നു പറയുകയാണ്. മൊട്ട അരുൺ ഈ കുട്ടിയുടെ ബന്ധുവാണ്. അവന് അതുകൊണ്ട് തന്നെ ദിലീപിനെ ശിക്ഷിപ്പിക്കണം എന്ന് വാശിയുണ്ട്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ഈ ഒളി ക്യാമറ. ഞാൻ കേട്ടെ, ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞല്ലോ, ആ ക്യാമറയിൽ ഒളി ക്യാമറ എന്ന് പറയുന്ന ഓപ്പൺ ക്യാമറയിൽ ഇരുന്നല്ലേ അവൻ പറഞ്ഞത്, സിം കാർഡ് എൻ്റെ ഒറിജിനൽ എൻ്റെ ഇരിപ്പുണ്ട്, ക്യാമറ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ സേഫായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും പോലീസ് അവൻ്റെ പേരിൽ അന്വേഷിച്ചോ? അന്വേഷിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും ഏക ഉത്തരം ക്രൈസ്റ്റ് എന്ന് പറയും പോലെ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും ദിലീപിനെ പിടിച്ചകത്തിടും, അതേ ഉള്ളൂ. അപ്പം നടന്നില്ല എന്നുള്ള ഞാൻ പറയുന്ന എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇവൻ ഈ ക്രൂരമായ കൃത്യം തുടങ്ങുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്നു ഇത് പൾസറാണ്. നീയാടാ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു കൊട്ടേഷനാണ്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് സംഭവം കഴിഞ്ഞു. ഇവൻ അകത്തായി. 7 പേരെയും പിടിച്ചകത്തിട്ടു. എന്നിട്ട് നമ്മുടെ എൻ്റെ പാർട്ടി നേതാവായ പിണറായി തന്നെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും പിടിച്ചു, ഈ സർക്കാർ പിടിച്ചു എന്ന് പരസ്യമായി പത്രങ്ങളിൽ കൊടുത്തതാണ്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസിലേക്ക് ദിലീപ് വരുന്നത്. എങ്ങനെ വരുന്നത്? ജയിലിൽ കിടക്കുന്ന പൾസർ ദിലീപിന്റെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നാദിർ ഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ജയിലിൽ നിന്ന് മൊബൈലിലേക്ക് വിളിക്കാൻ എങ്ങനെ അവന് മൊബൈൽ കിട്ടിയ ജയിലിൽ? അപ്പോൾ നാദിർ ഷയോട് പറയാണ്, എനിക്ക് 1.5 കോടി രൂപ ദിലീപേട്ടൻ തന്നില്ല എങ്കിൽ ഞാൻ ദിലീപേട്ടൻ്റെ പേര് പറയും. കാരണം 2 കോടി തന്ന് വാങ്ങിക്കാൻ വേറെ ആളുണ്ട്. ഈ നേരം വരെ ആ 2 കോടി തരാമെന്ന് പറഞ്ഞപ്പോൾ എംബോക്കി ആരെന്ന് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഇവനോട് ചോദിക്കണ്ടേ, പറടാ 2 കോടി തരാമെന്ന് പറഞ്ഞ ആളാര് വേറെ എന്ന് കേൾക്കണ്ടേ? കേട്ടില്ല. അപ്പോൾ ദിലീപ് എന്ത് ചെയ്തു? നാദിർ ഷാ ദിലീപിന് ഇത് കൈമാറി. ദിലീപ് അപ്പം തന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ സാറിനെ അറിയിക്കും. അപ്പം പുള്ളി ചോദിക്കുന്നു, റെക്കോർഡ് ചെയ്തോ? റെക്കോർഡ് ചെയ്തില്ല. നിങ്ങൾ മണ്ടത്തരല്ലേ കാണിച്ചത്, റെക്കോർഡ് ചെയ്യണ്ടേ? അദ്ദേഹത്തിന്റെ പോലീസ് ബുദ്ധി വെച്ച് അദ്ദേഹം പറഞ്ഞു ഇനിയും അവൻ വിളിക്കും. അപ്പോഴും അദ്ദേഹം ആലോചിക്കത്തില്ല അവൻ ജയിലിൽ കിടന്ന് ഇങ്ങനെ വിളിക്കണം. 2ാം ദിവസം വീണ്ടും വിളിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത CD സംസ്ഥാന DGPക്ക് ഏൽപ്പിക്കുന്നു. പൈസ ചോദിക്കുന്നു, 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ തന്റെ പേര് പറയും, 2 കോടി തരാൻ വേറെ ആളുണ്ട് എന്ന് പറയും. ഈ നേരം വരെ അത് അന്വേഷിച്ചിട്ടില്ല. അപ്പോ ഈ സിനിമയിലുള്ള ആരോ ആണ് നിനക്ക് 2 കോടി തന്നേക്കടാ, മറ്റവൻ്റെ പേര് പറ എന്ന് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കും. എവിടെയെങ്കിലും ആ കുട്ടി ഞങ്ങൾ തമ്മിൽ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ ഒരു ക്ലാഷ് ഉണ്ടെന്നും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അതിലാണ് ഈ സംഭവം നടന്നതെന്ന് എവിടെയെങ്കിലും ആ കുട്ടി മാന്യതയായതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും? ഈ നേരം വരെ പറഞ്ഞിട്ടില്ല. എന്നെ ഇത്തരം വൃത്തികെട്ട ഇത് ചെയ്ത ആരാണോ A or B അവരെ അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കണമെന്ന് മാത്രമേ ആ കുട്ടി പറഞ്ഞു. 3 വർഷം കഴിഞ്ഞാണ് ഇവൻ ഈ അറ്റംപ്റ്റ് നടത്തുന്നത്. 10,000 രൂപ വാങ്ങിക്കുമ്പോൾ ഈ 1.5 കോടി രൂപയ്ക്ക് 10,000 രൂപ വാങ്ങിച്ചുകൊണ്ട് അവൻ പോകുന്നു. അപ്പോൾ മഞ്ജു ആയിട്ടുള്ളതിൻ്റെ കുടുംബം തകർത്തതിന് അഡ്വാൻസ് 3 വർഷം മുമ്പ് കൊടുക്കുമ്പോൾ മഞ്ജു ആണ് അയാളുടെ ഭാര്യ. അപ്പോൾ പിന്നെ എങ്ങനെ ശരിയാവും അത്? ഇവിടേക്കാണ് എൻ്റെ ചോദ്യങ്ങൾ. പിന്നെ 2, നിങ്ങൾക്ക് 3 വർഷം മുമ്പ് 10,000 രൂപയ്ക്ക് ഒരു അഡ്വാൻസ് തന്നു കൊട്ടേഷൻ. നിങ്ങൾ 3 വർഷം സമയമെടുത്ത് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ച് ചോദിക്കില്ല, ചേട്ടാ മറ്റേ അന്ന് തന്നില്ലേ 10,000 രൂപ, ആ കൊട്ടേഷൻ ഞാൻ ഇന്ന് ഇറങ്ങണേ, അപ്പോൾ അതിന് വേണ്ടി ടെമ്പോ ട്രാവലർ കുന്തം കുടച്ചക്രം 8 പേരെ കൊണ്ടുപോവുക വേണം, അപ്പോൾ അതിനൊരു 50,000 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഇടണമെന്ന് നിങ്ങൾ പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഈ കൊട്ടേഷൻ ഇന്ന് നടപ്പിലാക്കട്ടോ എന്ന് ചോദിക്കണ്ടേ? ദിലീപിൻ്റെ 2 സിമ്മ് പൾസർ, മറ്റേ അയാളുടെ കുഞ്ഞുണ്ണി എന്നാ എന്താ പറഞ്ഞ അയാളുടെ ഡ്രൈവർ ഉണ്ടല്ലോ അപ്പുണ്ണി, അവൻ്റെ സിമ്മ്, ദിലീപിൻ്റെ അനിയൻ്റെ സിമ്മ്, ദിലീപിൻ്റെ അളിയൻ്റെ സിമ്മ്, ഇത്രയും 6 സിം പരിശോധിച്ചിട്ടേ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും പൾസർ ദിലീപിനെയോ ഇവരെ ആരെങ്കിലും വിളിക്കുകയോ അവരാരെങ്കിലും പൾസറിനെ വിളിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെ കമ്പിയില്ല കമ്പി വെച്ചാണ് സംസാരമൊക്കെ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഞാൻ 100 ചോദ്യങ്ങൾ ചോദിക്കും. എന്നോടൊരാൾ ഒരു വക്കീൽ എന്നോട് പറഞ്ഞതറിയാം, നിങ്ങൾ ഈ സിനിമയിലൊക്കെ പോയി നശിക്കാതെ നിങ്ങളൊരു വക്കീലാവാത്തതെന്നാണ് ചോദിച്ചത്. ഞാൻ ന്യായമായ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നതല്ല. ഒന്നും വേണ്ടെന്നേ. ഇവൻ കോടതിയിൽ ഓടിക്കയറുന്നതിന് മുമ്പ് എതിർവശത്തുള്ളൊരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടിപ്പോയി അവിടെ ഒരു പൊതി കൊണ്ടുവച്ചെന്ന് പറയും. ഈ നേരം വരെ ആ പൊതി അന്വേഷിച്ചിട്ടില്ലല്ലോ. ഇവൻ പറഞ്ഞു ഞാൻ എൻ്റെ കേസുകൾ വാദിച്ചിരുന്ന വക്കീലിൻ്റെ കയ്യിൽ ഈ ക്യാമറയും ഈ സിമ്മും കൊടുത്തു എന്ന് പറഞ്ഞു. അവന്മാരെ അറസ്റ്റ് ചെയ്തു. അവന്മാരെ മാപ്പ് സാക്ഷിക്ക് അവസാനം. കാരണം എന്താ പറയുക, അവന്മാർ പറഞ്ഞു ഞങ്ങളത് കത്തിച്ചളഞ്ഞു. ഇവിടെ കത്തിച്ച ചാരമായിട്ട് നീ എവിടെ ഇട്ടാ കത്തിച്ചെന്ന് ചോദിക്കണ്ടേ?
ചോദിച്ചിട്ടില്ല. അതിന് വരെ ഈ പൊട്ടം പറഞ്ഞു കൊടുത്തതെല്ലാം പാവം പോലീസുകാർ ചാടി ഒരു കനാൽ കാണിച്ചു കൊടുത്തിട്ട് അഴുക്ക് കനാലിൽ ഇതിനകത്തിട്ടെന്ന് പറഞ്ഞു. ആ അഴുക്ക് ചാനലിൽ മുഴുവൻ പോലീസുകാർ തപ്പി. അത് കഴിഞ്ഞ് പറഞ്ഞു ഗോശ്രീ പാലത്തിൽ നിന്ന് താഴോട്ടിട്ടു. നേവൽ ബേസിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഗോശ്രീ പാലം മുഴുവൻ തപ്പി. അത് കഴിഞ്ഞ് ഇപ്പോൾ അവൻ ഓപ്പൺ രഹസ്യ ക്യാമറയിൽ ഒളി ക്യാമറയിൽ പറയാണ് ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും എൻ്റെ ഇരിക്കുകയാണ്, ഞാൻ സേഫായിട്ട് വെച്ചേക്കാണെന്ന്. എടാ പിടിച്ചോണ്ടേ അപ്പോൾ കൂമ്പിലിട്ട് 4 ഇടിയും കൊടുത്തിട്ട് ചോദിക്കണ്ടേ എവിടെടാ ഒറിജിനൽ ഫോണ് ഒറിജിനൽ സിം എവിടെയെന്ന് ചോദിക്കണ്ടേ? ഈ നേരം വരെ ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളെന്താ ആ വഴിയിലൂടെ ചിന്തിക്കാത്ത? എല്ലാവർക്കും താല്പര്യം ദിലീപ് തന്നെ. അവൻ ചെയ്യുമെന്നേ, അവൻ ഒരു അതിന് മുമ്പോ പിമ്പോ അവൻ വേറൊരു കേസിൽ പ്രതിയല്ല. ദിലീപ് ഈ കേസിൽ പെടുന്നതിന് മുമ്പ് അയാൾ ഒരു കേസിലെ പ്രതിയല്ല. ഒരു തല്ല് കേസോ ചീത്തവിളി കേസോ എന്തോ ആവട്ടെ, അയാൾ ഒരു കുഞ്ഞു കേസിൽ പോലും പ്രതിയല്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ പ്രതിയാവുന്ന കേസാണ്. അതുപോലും ആരും അന്വേഷിക്കുന്നില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അപ്പോൾ ഒരു പോലീസുകാരെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ കോടതിയിൽ വച്ചിട്ടുണ്ട് കേട്ടാ, ഞാൻ തരാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തില്ലേ? അവസാനം ഹൈക്കോടതി അന്വേഷിച്ചപ്പോഴേ അന്ന് ആ കേസും അവിടെ ഇല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥനും വന്നിട്ടില്ല, ദിലീപും വന്നിട്ടില്ല കോടതിയിൽ. ഇങ്ങനെ നട്ടാ കുരുക്കാത്ത. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ DGP ആയിരുന്ന സെൻകുമാർ പെൻഷൻ ആവുന്നതിന് മുമ്പ് പറഞ്ഞത് എൻ്റെ മേശപ്പുറത്ത് വന്ന ഒരു പേപ്പറിൽ ഈ ദിലീപ് എന്ന് പറഞ്ഞവനെ പ്രതിയാക്കാവുന്ന ഒരു തെളിവും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ സെൻകുമാർ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങളെന്താ ഈ ക്യാമറയും കൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് അങ്ങനെ അടുത്ത് പോകാത്ത? പോയില്ല. അദ്ദേഹം പെൻഷനായി ലോക്നാഥ് ബെഹ്റ വരികയും ഈ കേസ് അന്വേഷിക്കുന്ന മഹദിക്ക് ഇതിൻ്റെ ഫുൾ പവർ കിട്ടിയപ്പോൾ അവർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, സാർ എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ. എന്നാ എല്ലാ തെളിവും ഉണ്ടോ? ഉണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യണ്ട എന്ന് മുഖ്യമന്ത്രി പറയുമോ? എല്ലാ തെളിവും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനല്ലേ പറയൂ. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായിട്ട് തെളിവ് അന്വേഷിച്ച് നടക്കുക. എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്, അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥ പെൻഷനായി പോവുകയും ചെയ്തു. അപ്പോഴും നമുക്കിഷ്ടം ഇത് ദിലീപ് അവൻ ചെയ്യുമെന്നേ. അവൻ ആരും മോനെന്ന് പറയാം, മലയാള സിനിമയെ ചവിട്ടി പിടിച്ച് നിർത്തിയിരുന്നല്ലേ എന്ന് പറയും. അതാണ് പ്രശ്നം. ആ ഇടിച്ച് താഴ്ത്തുന്നവന്മാർ ആരൊക്കെയെന്ന് അന്വേഷിക്കുന്നില്ല, അതാണ് പ്രശ്നം. ദിലീപ് 1.5 കോടി കൊടുത്തില്ലെങ്കിൽ 2 കോടി തരാമെന്ന് പറഞ്ഞാൽ സിനിമാക്കാരൻ ആരെന്ന് ചോദിക്കണ്ടേ? ഈ പൾസറിൻ്റെ കൂമ്പിലിട്ട് 4 ഇടി കൊടുത്തിട്ട് ചോദിക്കില്ല. ജാമ്യത്തിൽ അവൻ എന്തെല്ലാം എഴുതി കൊടുത്തതെന്ന് പറയും. എന്നിട്ടാണ് അവൻ ക്യാമറയുടെ മുമ്പേ ഇരുന്ന് സംസാരിക്കുന്നത്. ഒറിജിനൽ സിമ്മും ഒറിജിനൽ ക്യാമറയും എൻ്റെ കയ്യിലുണ്ട്. അവനെ ഒന്നും ചരക്കില്ല എന്ന് അവനറിയാം. അതാണ് പ്രശ്നം. സുപ്രീം കോടതിയിലൊക്കെ അവൻ പോയാണ്ടില്ലേ വലിയ വക്കീലന്മാരെ വെച്ച്. എന്നിട്ട് ഇപ്പം അവൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ നടക്കണം കേട്ടോ, ഏറ്റവും വില കൂടിയ ദിലീപ് കൊണ്ട് നടക്കുന്നതിനേക്കാളും വലിയ കാറിലാണ് യാത്ര ചെയ്യുന്നത്. എവിടെ നീ കാശെന്ന് അന്വേഷിക്കണ്ടേ? അവൻ ലാവിഷായിട്ട് ജീവിക്കണം. അപ്പോൾ അതന്വേഷിച്ചാൽ മതി. അതായത് രണ്ടാം അതായത് ദിലീപിൻ്റെ പേര് പറഞ്ഞാൽ നീ ചോദിക്കുന്ന പൈസ ഞങ്ങൾ തന്നേക്കാമെന്ന് പറഞ്ഞാൽ ആര് എന്ന് അന്വേഷിച്ചാൽ മതി. അതിനാണ് ദിലീപ് പറയുന്നത് വിധി എന്തായാലും ശരി ഇത് CBI അന്വേഷിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നാളെ വേറൊരാളിന് ഇതുപോലെ അനുഭവം ഉണ്ടാവരുത്. പൾസർ സുനി ചെയ്തില്ല എന്നൊരിക്കലും പറയാൻ കൊള്ളില്ല. ചെയ്തപ്പോഴാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. മറ്റേ അവർക്ക് മനസ്സിലായി, കുട്ടിക്ക് മനസ്സിലായി ഇത് പൾസറാണെന്ന്. അതല്ലേ ചോദിച്ചേ? പൾസറെ നീയാടാ എന്ന് ചോദിച്ചത് അതുകൊണ്ടല്ലേ. കാരണം അവരെ ജിമ്മിൽ കൊണ്ടുപോകാനും അവരെ വീട്ടിൽ നിരന്തരമായി ചെല്ലുന്ന ഒരു വിസിറ്ററായിരുന്നു അവൻ തരം പാത്ത് നടക്കായിരുന്നു. ചെയ്തു, പക്ഷെ പിടിച്ചപ്പോൾ അവന് ഊരണ്ടേ, ഇവൻ്റെ വില വെച്ചു കൊടുത്തു. ആ കൊട്ടേഷനാണ് അന്വേഷിക്കേണ്ടതെന്ന്. അത് 3 മാസം കഴിഞ്ഞിട്ട് ദിലീപ് ഏട്ട 1.5 കോടി തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പേര് പറയുന്നു പറഞ്ഞിടത്താണ് ഞാൻ പറയുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ദിലീപിലേക്കാണ് ഈ കേസ് എത്തിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്തു, പിടിച്ചകത്തിട്ട് ഇനി വെറുതെ വിട്ടാൽ പോലെ 88 ദിവസം കിടന്നില്ല. നിങ്ങൾ നോക്കിയോളൂ, ഇതിൻ്റെ വിധി നോക്കിയോളൂ. നിങ്ങൾ വിധി നോക്കിയോ. അപ്പം എന്ത് പറയുന്നറിയാം, ദിലീപ് ഒരു 100 കോടി രൂപ ആ കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് കൊടുത്തെന്ന് പറയും. അതാണ് പ്രശ്നം. എനിക്ക് കൃത്യമായ വിധി അറിയാം എന്താവും. പൊളിഞ്ഞു പാളീസാവും ഈ കേസ്. പൾസർ പോലും ഊരി പോകുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പൊളിഞ്ഞു പാളീസായി പോകും. ഇപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ പറയുമല്ലോ. ജൂലൈ 31 മുമ്പ് പറയുമെന്നാണ് പറയുന്നത്. ആ വിധി വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. അയാളെ കണക്ട് ചെയ്യാവുന്ന ഒരു സാധനം ഇല്ലെന്നേ, ഒരു സാധനം ഇല്ല. ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന സിമ്മ് ആരൊക്കെയോ പരിശോധിച്ചു എന്ന് പറയുന്നു. അതിലും ദിലീപിൻ്റെ പേരില്ലല്ലോ. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ ഏതെല്ലാം മാന്യന്മാരുടെ പേര് വന്നു, ദിലീപിൻ്റെ പേരില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ കേസിൽ മാത്രം ദിലീപിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ദിലീപ് തന്നെ എന്ന് അടിച്ചു പറയുകയാണ് മലയാളി. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സിനിമാക്കാർ. അത് കോടതി വിധി വരുമ്പോൾ മനസ്സിലാവും. 6-7 വർഷമായിട്ട് പഠിക്കുന്ന ആളല്ലേ. എനിക്കതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ സത്യത്തിൽ പലപ്പോഴും ആലോചിച്ചിരുന്നു, ഈ നേരത്തെ പറഞ്ഞ തമാശ ഞാൻ ആലോചിച്ചിരുന്നു, ഒരു വക്കീലായാൽ മതിയായിരുന്നു.
ഞാൻ ഒരു വക്കീലിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ കേസ് നോക്കുന്ന ആളാണ്. വേണമെങ്കിൽ അതൊരു സിനിമയാക്കാവുന്ന, നല്ല രസകരമായ ഒരു ക്രൈം സിനിമയാക്കാവുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഇതിൽ അയാളെ കണക്ട് ചെയ്യാൻ പറ്റും.